ഹായ് വെൽക്കം ബാക്ക് ടു അമൽ സ്ട്രീം. നല്ലൊരു ഹെൽത്തിയായ ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡെസേർട്ടാണിത്. അപ്പോൾ അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് എയറോറൂട്ട് പൗഡർ അഥവാ കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ്, 2 പഴം, കുറച്ച് തേങ്ങ ചിരകിയത്, പാല്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, കുറച്ച് ഏലക്കായ് പൗഡർ. ആദ്യമായിട്ട് നമുക്ക് ഈ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് പാനിയാക്കി എടുക്കാം. ശർക്കര പാനിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ആ പഴം വഴറ്റിയെടുക്കണം. പഴം വഴറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. നെയ്യ് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ്, കിസ്മിസും നന്നായിട്ട് നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ നട്ട്സൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. നന്നായി നുറുക്കിയ പഴം ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. റെഡ് കളറാകുന്ന വരെ വഴറ്റിയെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് കൂവപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇത്രയും കൂവപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂവപ്പൊടി ഉപയോഗിക്കാം. ഇതിലേക്ക് ഞാൻ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ശർക്കര പാനിയാണ്. അപ്പോൾ ശർക്കര പാനി നന്നായിട്ടൊന്ന് അരിച്ച് ചേർക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പാലും ഒഴിച്ചു കൊടുക്കാം. ഒട്ടും കട്ട കെട്ടാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഒരു ഹെൽത്തി റെസിപ്പി ആയതുകൊണ്ടാണ് ഞാനിവിടെ ശർക്കര ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് കട്ട കെട്ടാത്ത വിധത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു ഡെസേർട്ട് ചൂടോടെയും അതുപോലെ തന്നെ തണുപ്പോടുകൂടെയും കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തിയായ ഒരു ഡെസേർട്ടാണ്. സാധാരണ രീതിയിൽ കൂവപ്പൊടിയൊന്നും കുട്ടികൾ കഴിക്കില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണ്. ഇതിലേക്ക് ഞാൻ പാല് മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല. അല്പാൽപ്പായിട്ടാണ് ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ടൈറ്റ് ആവുന്നതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ടൈറ്റ് ആവുന്നത് വരെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഞാൻ ഇത്രയും ഒരു തിക്നെസ്സിലാണ് ഇപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വഴറ്റി വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം പഴം കൂടെ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കാണുമ്പോൾ തന്നെ അറിയാം വളരെ ടേസ്റ്റിയായ ഒരു ഡെസേർട്ടാണെന്ന്. അപ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ ഇതിലേക്ക് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം തേങ്ങയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഹെൽത്തി എന്ന നിലയ്ക്കാണ് ഞാനിവിടെ തേങ്ങ ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കൂടെ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തിയായ നമ്മുടെ ഡെസേർട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചൂടോടെയും അതുപോലെ തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാവുന്നതാണ്. കൂടാതെ ഇതിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ നട്ട്സ്, ബദാം, കാഷ്യൂ, അതുപോലെ നിലക്കടല അതുപോലുള്ള നട്ട്സുകളോടും ചേർത്ത് വിളമ്പാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഡെസേർട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായിട്ടും അവർ കഴിക്കുന്നതാണ്. ഇതുപോലെ അനാറൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും